അതായത് ഗുരുവിനെ സംബന്ധിച്ച് ഇത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു രീതിയിലാണ്. എന്തെങ്കിലും ഒരു മതമോ വിശ്വാസമോ അങ്ങനത്തെ ഒരു രീതിയിലല്ല. ഇത് മനസ്സിനെ പ്രോഗ്രാം ചെയ്യുന്ന, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുന്ന പോലെ ഈ പ്രകൃതിയെ പ്രോഗ്രാം ചെയ്ത് പ്രകൃതിയിലേക്ക് ഈ ആശയത്തെ പ്രാർത്ഥനാ സ്വഭാവത്തിലും സങ്കല്പ സ്വഭാവത്തിലൂടെയും കൂടി പരിണമിച്ച് ഒരു പുതിയ ധർമ്മത്തിലേക്ക് മനുഷ്യരാശിയെ കടത്തിക്കൊണ്ടുപോകുക, മനുഷ്യരാശിയിലേക്ക് വന്നുപോയ ആ തെറ്റിനെ തിരുത്തി ഒരു പുതിയ ധർമ്മത്തിലേക്ക് കടത്തിക്കൊണ്ട് പോകുക എന്നുള്ള അർത്ഥത്തിലാണ് ഗുരു ഓരോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഗുരുവിൻ്റെ കാര്യങ്ങൾ പ്രാകൃതി, നേരത്തെ സൃഷ്ടിച്ച, ഈ പ്രാകൃതി എന്ന വാക്കിൻ്റെ അർത്ഥം നേരത്തെ സൃഷ്ടമായത്, ആ സൃഷ്ടമായ കാര്യത്തിനെ പുതുക്കി പണിയുക, ആ പ്രോഗ്രാമിനെ പുതുക്കി പണിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരു ഇവിടെ നിലനിന്നിരുന്ന പല കാര്യങ്ങളും ഇതിനു മുമ്പും തെറ്റിച്ചിട്ടുണ്ട്. നിലനിരുന്ന പല കാര്യങ്ങളെയും, നിലനിർന്ന എല്ലാ സംസ്കാരങ്ങളെയും, എല്ലാ സന്യാസ സ്വഭാവത്തിലുള്ള വിശ്വാസങ്ങളെ, എല്ലാ കാര്യങ്ങളെയും തിരുത്തി പുതിയ രീതിയിലാണ് ഗുരു എല്ലാത്തിനെയും വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗുരുവിൻ്റെ ദീർഘവീക്ഷണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗുരുവിൻ്റെ സങ്കല്പത്തെക്കുറിച്ചൊന്നും ഈ പഴയ രീതിയിൽ തന്നെ പ്രകൃതിയെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന മനസ്സുകൾ സംസാരിക്കേണ്ട കാര്യമില്ല. ഇവരെന്ന് പറഞ്ഞാൽ പ്രകൃതിയെ പഴയ രീതിയിൽ തന്നെ, പ്രകൃതിയുടെ ആ ത്രിമൂർത്തി സമ്പ്രദായത്തിൽ തന്നെ ഇതിനെ നിലനിർത്താൻ വെമ്പൽ കൊള്ളുകയാണ്. അവരറിയാതെ, കാര്യം അവർക്ക് അതേ അറിയാവൂ, അവരുടെ മനസ്സിൻ്റെ പ്രോഗ്രാം അതാണ്. അവരത് തന്നെ നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ വിധത്തിലൂടെയും ജ്ഞാനമില്ലാത്ത അജ്ഞാനികളായ ഈ മനസ്സുകളായിട്ടുള്ള വ്യക്തികൾ അവർ നിലനിൽക്കുന്ന സിസ്റ്റത്തിനെ അതേപടി നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശിഷ്യഭൂതയെക്കുറിച്ച് ഗുരു സംസാരിച്ചതായിട്ട് സോമനാഥ സാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ പറഞ്ഞിരുന്നു. അതായത് മാധവിക്കുട്ടി അമ്മയുടെ അമ്മ ആയ ബാലാമണി അമ്മ, എഴുത്തുകാരി, അവർ വന്നപ്പോൾ അവരോട് ഗുരു ശിഷ്യഭൂതയെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണോ പെണ്ണോ? അപ്പോൾ അവർ പറഞ്ഞു പെണ്ണായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഗുരു പറഞ്ഞു, ഇതാണുമല്ല പെണ്ണുമല്ല. ഇവരുടെ പ്രായം ചോദിച്ചപ്പോൾ അവരൊരു പ്രായം പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, അമ്മയുടെ 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 അമ്മയുടെ, അതായത് അത്രയും പഴക്കം ചെന്ന ഒരു ജീവനാണിത്. അപ്പോൾ ഇത് ആണുമല്ല പെണ്ണുമല്ല എന്ന് പറഞ്ഞാൽ നപുംസകം എന്നല്ല. ആണ്, പെണ്ണ്, നപുംസകം ഇതെല്ലാം സ്ത്രീ പുരുഷ ഭേദങ്ങൾക്കകത്തുള്ള ഈ മാനസിക തലത്തിൽ മനുഷ്യന് മനസ്സിലാകുന്നതാണ്. മനുഷ്യന് മനസ്സിലാകാത്ത ബിയോണ്ട് ആയിട്ടുള്ള സത്യത്തിൻ്റെ ഭാവം ആണ് ഈ സ്ത്രീ പുരുഷ ഭേദങ്ങൾക്കപ്പുറമുള്ള സത്യത്തിൻ്റെ ഭാവം വഹിക്കുന്ന ഒരു വ്യക്തിത്വമാണിത്. ആത്മബോധം, ആ പരമബോധത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആത്മബോധം തെളിഞ്ഞ ഒരു വ്യക്തിത്വമാണിത്. ഇത് സ്ത്രീ പുരുഷ ഭേദങ്ങളിൽ ഇതിനെ പറയരുത് എന്ന് ഗുരു ശരീരത്തിലിരിക്കുമ്പോൾ സോമനാഥ് സാറ് കേട്ട കാര്യമാണ് സോമനാഥ് സാറ് നമ്മളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ഗുരു ഇത്തരത്തിലെല്ലാം ഈ കുട്ടിയെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സംശയമില്ലാത്തൊരു കാര്യമാണ്, ഈ ഗുരു ഇനിയിപ്പോൾ സ്ത്രീ സ്വഭാവത്തിൽ ഗുരു ഇവിടെ ശിഷ്യഭൂതയെ പ്രതിഷ്ഠിച്ചെങ്കിൽ അത് പുതിയൊരു സംസ്കാരം ഈ പ്രകൃതിയിലേക്ക് ഗുരു സ്റ്റാർട്ട് ചെയ്യാണ്. കാര്യം ഏറ്റവും പരമോന്നതമായ സ്റ്റേജിലേക്ക് ഒരു സ്ത്രീ ജന്മത്തിൽ കൂടി ഒരു ശിഷ്യയെ ഗുരു ഉയർത്തിക്കൊണ്ട് വന്നെങ്കിൽ അത് ഗുരു പ്രകൃതിയിൽ സൃഷ്ടിച്ച പുതിയ സംസ്കാരമാണ്. ഇതുവരെ വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഗുരു പറഞ്ഞത്. ഇതുവരെ പ്രകൃതിയിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഗുരു പറഞ്ഞത്. ഇനി ഗുരു എന്തെല്ലാം രീതിയിൽ, എന്തെല്ലാം ഈ പ്രകൃതിയുടെ മാറ്റങ്ങൾ